ഈ തളിപ്പറമ്പിലെ പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ എം വി ഗോവിന്ദൻ സ്വയം ഔചിത്യം പാലിക്കണമായിരുന്നു എന്ന് എം എ ബേബി പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ പറയുക. അതെ, അദ്ദേഹം ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. ഗോവിന്ദന്റെ വാക്കുകൾ പേര് ഉപയോഗിച്ചിട്ടില്ല. ഇല്ല, പേര് പറയാൻ പേടിയാണ്. പാർട്ടിയാണല്ലോ, എല്ലാം ചെയ്ത് പാർട്ടിയാണ്, എല്ലാ ഉത്തരവാദിത്വം പാർട്ടിയുടെ തലയ്ക്കായതുകൊണ്ട് ഔചിത്യം പാലിക്കണമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ടോട്ടലിയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ആ പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ തീരുമാനിച്ചത് എം വി ഗോവിന്ദനാണെന്ന് അവർ പറയുന്നില്ല, പാർട്ടിയാണെന്ന് അവർ പറയുന്നില്ല. ഇവരുടെ ഒരു സ്ഥിരമായിട്ടുള്ള താത്വിക അവലോകനം ഉണ്ടല്ലോ, ഒരു മനുഷ്യർക്കും മനസ്സിലാകാത്ത അദൃശ്യ ശക്തികൾ ആരെങ്കിലും പറഞ്ഞതാവാം. എന്താണെങ്കിലും വലിയ ഒരു സ്വയം പരിശോധന, ആത്മപരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് സി പി എമ്മിലെ ഓരോ നേതാക്കളും. ഇന്ന് രാവിലെ നമ്മൾ രാജീവിന്റെ ആത്മകഥകൾ കണ്ടു. ഇപ്പൊ അതിന് കുറച്ച് നേരം തുടങ്ങി. വെള്ളാപ്പള്ളി നടേശന്റെ ആത്മകഥ നമ്മൾ കണ്ടു. ഇപ്പൊ നമ്മൾ എം എ ബേബിയുടെ ആത്മകഥ കാണുന്നു. പിന്നെ വിവിധ ജില്ലകളിൽ വിവിധ പാർട്ടി ഘടകങ്ങളിലുള്ളവരുടെ ശക്തമായിട്ടുള്ള വിയോജനങ്ങളും നമ്മൾ കണ്ടു. കൂട്ടത്തില് നമ്മളെ പത്തനംതിട്ടയിലെ നമ്മുടെ പപ്പൻ ചേട്ടന്റെ വിരട്ടലും കാണുന്നുണ്ട്. അപ്പം ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പിണറായി വിജയനാണ് എന്നുള്ളത് തുറന്നു പറയാൻ മടിക്കുന്ന ഇവർ അയാൾക്ക് ചുറ്റും കിടന്ന് നൃത്തം ചെയ്യണം. ഈ നിൽക്കുന്ന പിണറായി വിജയനെ നോക്കി നിങ്ങളാണ് ഈ കുഴപ്പത്തിന് കാരണക്കാരൻ, നിങ്ങൾ ഇറങ്ങുക, ക്വിറ്റ് ദ സീറ്റ് എന്ന് പറയാനുള്ള ഉറപ്പ് അവിടെയുള്ള ഒരുത്തനും ഇല്ല. അങ്ങനെ ഒരാൾ പാർട്ടിയിൽ ഇനി ഉണ്ടാവാനും പോകുന്നില്ല. കാരണം പിണറായി സ്തുതികൾ പാടി അദ്ദേഹത്തിൻ്റെ മരണകാലം വരെ അദ്ദേഹത്തിന് ചുറ്റും പൂവും ഇലയും വാരി വിതറി പരവതാനി ഇവർ പറഞ്ഞതുപോലെ പണ്ട് ആളുകൾ ഇങ്ങനെ വ്യക്തിത്വങ്ങളെ ആരാധിക്കണം, വ്യക്തിപൂജയൊന്നും അവിടെ അനുവദിച്ചിരുന്ന കാലമല്ലല്ലോ. അതൊക്കെ മാറിയിട്ട് ഇനി വ്യക്തിപൂജ മാത്രമായി പെട്ടിയെടുപ്പുകാരന്മാർക്ക് മാത്രമേ സാധനം ഉള്ളൂ എന്നുള്ള അവസ്ഥ സി പി എമ്മിനെ ബാധിച്ചു. പണ്ട് കോൺഗ്രസ്സുകാരെ നമ്മൾ പറയുമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ്സുകാർ പിന്നും ഭേദമാണ്, അവിടെ പണിയെടുക്കുന്നവൻ എന്തെങ്കിലും സാധനം കിട്ടും. ഇത് പെട്ടിയെടുപ്പുകാരന്മാർക്ക് മാത്രമേ സാധനം കിട്ടുള്ളൂ എന്നല്ല ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഈ പിണറായിയെ പോലുള്ള നേതാക്കന്മാർ അത് ഭംഗിയായിട്ട് മുതലെടുത്തുകൊണ്ട് തോന്നിയ ദിവസം മുഴുവൻ കാണിച്ച് അവസാനം അണികളെ കൊണ്ട് റോഡ് തെളിവിറങ്ങുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ മറ്റേ ആഡംബര വാടക വീട്ടിൽ വെച്ചത് ബഹളം വെച്ചമാരിൽ എപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ട്. ഈ മലപ്പുറത്ത് നടന്ന സംവാദത്തിലാണ് എം എ ഇത് മാത്രമല്ല പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ഒരു സംവാദം പോലാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പുള്ളി പറഞ്ഞത് പോളിറ്റ് ബ്യൂറോയിൽ എതിർപ്പില്ലായിരുന്നു, പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിന് പോളിറ്റ് ബ്യൂറോയിൽ എതിർപ്പില്ലായിരുന്നു. അതെ, അപ്പോൾ അതിന് എതിർപ്പില്ലായിരുന്നു. അവിടെ വോട്ടെടുപ്പ് നടന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, അത് മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് സൃഷ്ടിയാണ്. അതെ, അപ്പോൾ ഇത് മാധ്യമ സൃഷ്ടി, പലതും മാധ്യമ സൃഷ്ടികളാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പം മനോരമയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എം വി ഗോവിന്ദൻ 1 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടിട്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. 1 കോടി രൂപയുടെ മാനമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടെന്ന് കരുതുന്നു. 1 കോടി രൂപ 1 കോടി രൂപ സംസ്ഥാന സെക്രട്ടറി അല്ലേ സി പി എമ്മിന്റെ? അതെ, പോകില്ല, വക്കീൽ നോട്ടീസ് അയച്ചതല്ലോ, വേറെ കേസൊന്നും ആയിട്ടില്ലല്ലോ. അല്ല, അദ്ദേഹം കേസ് കൊടുക്കുമല്ലോ, അത് സ്വാഭാവികമാണ്. അത് കേസ് ഇങ്ങനെ കുറെ കേസ് കൊടുത്തെങ്കിൽ മാത്രമേ അണികളെ തൃപ്തരാക്കാൻ പറ്റൂ, എങ്കിലേ ഈ വാർത്തകളൊക്കെ വെറുതെ ആയിരുന്നു എന്ന് വരുത്തി തീർക്കാൻ പറ്റൂ. ഇതിപ്പം ഇവരുടെ വക്കീൽ നോട്ടീസ് വരുമ്പോൾ മനോരമ പേടിച്ച് ഒരു വാർത്ത പിൻവലിക്കുമെന്നോ തിരുത്തുമെന്നോ ഒന്നോ വിദ്യാധാരണയൊന്നും അവർക്കില്ല. അത് തിരുത്തുകയും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ തിരുത്തി കഴിഞ്ഞാൽ അതോടെ കേസ് അവിടെ തീർന്നു, ഇനി ഒന്നും പറയാനില്ല എന്നുള്ള ഇതിലേക്ക് പാർട്ടി തന്നെ മൊത്തത്തിൽ തിരുത്തൽ ഒരു നയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. സ്വയം തിരുത്താൻ നടക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പാണ് ആലോചിക്കണം. അപ്പോൾ ഇവർ ഇത്രയും കാലം ജനങ്ങളിൽ നിന്ന് എന്തോ അത്ര അകന്നിരുന്നു നമ്മളൊന്ന് ആലോചിച്ചു. അതെ, ഈ കഴിഞ്ഞ 10 വർഷം ജനങ്ങളവർക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഇപ്പോഴാണ് പറയുന്നത്. പി രാജു രാവിലെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കണ്ടാണല്ലോ. അയാളും വേറെ ലോകത്ത് ജീവിക്കുകയായിരുന്നു. എല്ലാവരും പറയുന്നതിനകത്ത് കോമൺ ആയിട്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം, ഈ സ്ഥാനാർത്ഥിത്വം. 2, വെള്ളാപ്പള്ളി നടേശൻ. അതെ, ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ ബേബി പറഞ്ഞതിനകത്തുണ്ട്. അല്ല, ഈ പി രാജുവിനെ സംബന്ധിച്ച് കൊച്ചിയിലെത്തുമ്പോൾ അദ്ദേഹം സക്കീർ ഭായി ഉണ്ട്, തിരുവനന്തപുരത്തുമ്പോൾ വലിയ വൻകിട മറ്റേ പ്രവാസി വ്യവസായികൾ, വലിയ വ്യവസായ മന്ത്രിയല്ല, വ്യവസായികൾ ചുറ്റുമുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാരനെ കാണാൻ ഇവരെല്ലാം മറന്നുപോയി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവർക്ക് ഇവിടെ എന്ത് സംഭവിക്കുന്നു, സാധാരണക്കാരൻ എന്താണ് വിഷമം എന്നുള്ള കാര്യം ഇവർക്കൊന്നും അറിഞ്ഞില്ല. സുഖ ജീവിതമായിരുന്നല്ലോ, അത്യാഡംബരത്തിൽ ജീവിച്ച് നിരന്തര വിദേശ യാത്ര ഒക്കെ നടത്തി ഒരു ഹാപ്പിയായി ജീവിച്ചു. അതാണ് പറ്റിയത്. ഇപ്പോൾ എം എ ബേബി ഈ പഠനകേന്ദ്രത്തിൻ്റെ സംവാദത്തിൽ പങ്കെടുത്തപ്പോൾ ചോദ്യങ്ങൾ അങ്ങോട്ട് ചെന്നു. ചോദ്യങ്ങൾ ചെല്ലുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് സ്വയം ഔചിത്യം പാലിക്കേണ്ടിയിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം സ്വയം ഔചിത്യം പാലിക്കേണ്ടിയിരുന്നു. ആ ഔചിത്യം പാലിക്കാതിരുന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ വടക്കേ മലബാറിൽ ഒരു 10-20 സീറ്റ് അങ്ങ് ഒറ്റയടിക്ക് പോയി കിട്ടി. തളിപ്പറമ്പും പയ്യന്നൂരൊന്നും UDF സ്വപ്നം പോലും കാണാൻ കഴിയാത്ത മണ്ഡലങ്ങളായിരുന്നു. തൃക്കരിപ്പൂര് വരെ പോയി. തൃക്കരിപ്പൂരൊക്കെ ഒരിക്കലും കോൺഗ്രസ് മത്സരം ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അതാ, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രോങ് മണ്ഡലം. ടി പി രാമകൃഷ്ണൻ തോറ്റ്. അതെ, പേരാമ്പ്ര ടി പി രാമകൃഷ്ണൻ തോറ്റത്,
കണ്ണൂര്, പയ്യന്നൂര്, തളിപ്പറമ്പ്, കൂത്തുപറമ്പൊക്കെ ഭാഗ്യത്തിന് എഴുതി. ധർമ്മടത്ത് പിണറായി വിജയൻ തോറ്റുപോയനെ. അതെ. അപ്പൊ എന്താണെങ്കിലും ഒരു CPM യുവജനാണ് മത്സരിച്ചിരുന്നെങ്കിൽ, നല്ല ഇത് TK ഗോവിന്ദനെ മറ്റേ അവരൊക്കെ പോലുള്ള ഒരാൾ മത്സരിച്ചിരുന്നെങ്കിൽ ഇയാളെ പിണറായി വിജയനെ തോറ്റന്. എന്താണെങ്കിലും ഇവരുടെ ഈ ആത്മനിഷ്ഠാപരമായ, വസ്തുനിഷ്ഠാപരമായ ഈ വിലയിരുത്തൽ അന്തരാത്മാവിലെ കണികകളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് പുറത്തേക്ക് ബഹിർഗമിച്ച് അതിൽ നിന്ന് വന്നിട്ടുള്ള സത്യാനന്തര കാലഘട്ടത്തിലെ കാഴ്ചകളുടെ പ്രതിഫലനം നമ്മുടെ മനസ്സിൽ പതിയുമ്പോൾ നിങ്ങൾ കാണുന്നതല്ല ഞങ്ങൾ കാണുന്നത്. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും തമ്മിലുള്ള അന്തരം നമ്മൾ ഉദ്ദേശിക്കും പോലെ ആയിരുന്നില്ല. പക്ഷേ ചെറിയ അന്തരം ഉണ്ടായിരുന്നു. റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റം അല്ല ബേബി ഉദ്ദേശിച്ചത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇപ്പൊ എന്നോട് ഒന്നുകൂടെ പറയാമെന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ല. അത് ആരെ കൊണ്ടും പറ്റില്ല. അത് അവരെ കൊണ്ടും പറ്റില്ല. റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ വിലയിരുത്തൽ എല്ലാവരും അങ്ങും ഇങ്ങും മുക്കിനും മൂലയ്ക്കും ചായക്കടയിലും കലിങ്കയിലും ഒക്കെ ഇരുന്ന് ഇത് പറയും. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന രാജാവിനെ കാണുമ്പോൾ ഇവരെല്ലാം പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തെ പിണറായി വിജയൻ അല്ല നിലവിൽ. അദ്ദേഹം ഇപ്പോൾ അങ്ങ് ഭയങ്കര ഊർജ്ജസ്വലനായി. അദ്ദേഹം എല്ലായിടത്തും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു. എല്ലാ കണ്ണട ഊരി മാറ്റുന്നു. കണ്ണട ഇല്ലാതെ തന്നെ ഇപ്പൊ കണ്ണടകൾ ഇത്രയും നാളും കണ്ണട വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് കണ്ണ് കാണത്തില്ലായിരുന്നു. ഇപ്പൊ കണ്ണട ഇല്ലാതെ അദ്ദേഹത്തിന് കണ്ണ് കാണാം. അങ്ങനെ പല വിധത്തിലുള്ള സംഭവങ്ങൾ ഇതിലുണ്ടാകുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മാത്രം അദ്ദേഹത്തിന് കണ്ണും കാതും കേൾക്കുകയും കാണുകയും ഇല്ല. അവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് പോലും പറയാനുള്ള ധൈര്യമില്ല. പിണറായി വിജയനാണ് ഈ തോൽവിക്ക്. പിണറായിയുടെ മകളുടെ വാടക വീട്ടിൽ ഈട് റെഡി വന്നപ്പോൾ അവരെ അതിക്രമിച്ച സംഭവത്തിൽ ഈ ദേശീയ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ ജാഥ നടത്തിയില്ലേ? ജാഥയൊന്നുമില്ല, ഒരു നമ്മളെ ജയിക്കും പിന്നെ ആ ജയാനിയുടെ കണ്ടുപിടിക്കാൻ 3-4 പിള്ളേരും അത്രയേ ഉള്ളൂ. അവരൊരു ജാഥ നടത്തി വണ്ടി കയറ്റിക്കൊണ്ട് ഡൽഹി പോലീസ് 58 കിലോമീറ്റർ അപ്പുറത്ത് ഇറങ്ങി പോയിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ നിന്ന് വന്ന് അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ ഈ കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന EP ജയരാജൻ്റെ ഉള്ളിലുണ്ട്, MA ബേബിയുടെ ഉള്ളിലുണ്ട്, P രാജീവിൻ്റെ ഉള്ളിലുണ്ട്. ഇവരെല്ലാം പൂച്ചം പറയും. ഞങ്ങളുടെ നാട്ടിൽ പൂച്ചം അപ്പുറം ഇപ്പുറം ഒക്കെ ഇരുന്ന് പൂച്ചം പറയും. പറയുമെന്നുള്ളതല്ലാതെ ഇവരെ കൊണ്ട് വേറെ ഒന്നിനും സാധിക്കില്ല. സ്റ്റാലിൻ്റെ കാലത്ത് തന്നെ സംഭവിച്ചിരുന്നു. സ്റ്റാലിനെ ഈ ക്രൂഷ്യ ഉൾപ്പെടെ എല്ലാവർക്കും ഒരുപാട് എതിർപ്പും അവർക്ക് അഭിപ്രായം കൊണ്ടു. ആരും പറയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയന് ഒരു പ്രൊട്ടക്ഷൻ വേണം. ആ ഒരു പ്രൊട്ടക്ഷൻ അയാൾക്ക് ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുള്ള ഒരു പ്രിവിലേജ് കിട്ടണം. അത് മാത്രമാണ് അയാൾ ലക്ഷ്യമിടുന്നത്. ആ പ്രിവിലേജിന് വേണ്ടി അയാൾ ശ്രമിക്കുകയാണ്. അയാൾ ഇപ്പോഴും പരാതിപ്പെടുന്നുണ്ട്, എനിക്ക് കണ്ടോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു തന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അവിടേക്ക് ചെന്നിട്ട് ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന സ്വകാര്യ വീട്ടിലാണ്, വാടക വീട്ടിലാണ്. കണ്ടോൺമെന്റ് ഹൗസിലേക്ക് അദ്ദേഹം ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു പ്രതിരോധം എന്താണ്, പ്രതിപക്ഷ നേതാവിൻ്റെതായിട്ടുള്ള ഒരു അതെ ഒരു ഇമ്മ്യൂണിറ്റി അദ്ദേഹത്തിന് ലഭ്യമാകും. അത് ഒരു പരിധിവരെ അദ്ദേഹത്തെ നല്ലതായിട്ട് ജനങ്ങളെ പേടിയാണല്ലോ. പക്ഷേ അവിടോട്ട് മോളെ കൊണ്ട് താമസിപ്പിച്ചേച്ച് EDയും CBI ഒക്കെ റെയ്ഡിന് വരുമ്പം ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് നിലവിളിക്കാൻ പാടില്ല. ഒരു കാര്യമില്ല. കാരണം ഔദ്യോഗിക വസതി എന്ന് പറയുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് കൂടി താമസിക്കാം എന്നേ ഉള്ളൂ. ഇയാൾക്കുള്ള ആ ഇമ്മ്യൂണിറ്റിയോ പ്രൊട്ടക്ഷനോ അവിടെ കിട്ടത്തില്ല. അവർ തേടി വരുന്ന ഒരു പ്രതിയെ ആണെങ്കിൽ ആ പ്രതിയെ അവരവിടുന്ന് പിടിച്ചുകൊണ്ട് പോകും. അതിന് പ്രതിപക്ഷ നേതാവിൻ്റെ വസതി ആയിക്കോട്ടെ, മുഖ്യമന്ത്രിയുടെ വസതി ആയിക്കോട്ടെ, ഇത് ഈ പറയുന്ന ആൾക്കാർ കുറ്റം ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒളിച്ചിരിക്കാനുള്ള താവളമല്ല ഈ നാട്ടിലെ മുഖ്യമന്ത്രിയുടെയോ പ്രതിപക്ഷ നേതാവിൻ്റെയോ വസതി എന്നുള്ളത് ഇവർ ഓർക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഈ വിഷയം ഇപ്പം ബേബി പറഞ്ഞ വിഷയം എല്ലാവരും തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിണറായി മാത്രം തിരുത്തുന്നില്ല. പിണറായി ഇപ്പോഴും പഴയ തന്നെ നിൽക്കുകയാണ്. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാൻ അതിൻ്റെ നാക്ക് വരുന്നില്ല. നമ്മുടെ നാട്ടിലേക്ക് ഈ ഓണം വരുന്ന സമയത്ത് ഈ കഴകയറ്റം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. കഴകയറ്റം എന്ന് അതായത് നല്ല ഒരു മരം കൊണ്ടുപോയിട്ട് ചെത്തി മിനുക്കും, നല്ല മിനുസത്തിൽ ആക്കും. എന്നിട്ട് അതേ മുഴുവൻ ഈ മുട്ടയുടെ വെള്ളയും എണ്ണയും വാരി തൂത്ത് വിടും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു വലിയ കമ്പ് കുത്തിയിട്ട് അതിലൊരു 10,000 രൂപ. എന്നിട്ട് ഇതേ കയറി ഇതെടുക്കണം. അതൊരു മത്സരമാണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് ചാടി കയറി നമ്മളൊക്കെ 2 സ്റ്റെപ്പ് ഇങ്ങനെ കയറുമ്പോൾ കവുങ്ങ കയറുന്ന പോലെ കയറുമ്പോഴേ ഇതിന് തളാപ്പൊന്നും പറ്റത്തില്ല. ഇതില്ലാതെ വേണം കയറാൻ. അപ്പോൾ അങ്ങനെ ഒത്തിരി നേരം കയറി കഴിയുമ്പം ഇതിൻ്റെ ഈ മിനുസം പോവും. അപ്പോൾ വീണ്ടും നമ്മളിത് തേച്ച് കൊടുക്കും. അപ്പോൾ ചില മിടുക്കന്മാരെന്തോ ഈ കയറുന്ന കൂട്ടത്തിൽ ഈ ഉടുത്തിരിക്കുന്ന തോർത്ത് കൊടുത്തേ കയറാൻ പറ്റും. ഈ തോർത്ത് പോയിട്ട് ഇവന്മാർ ഇത് സൂത്രത്തിൽ ഇതിങ്ങനെ തുടച്ചു പോകും. അപ്പോൾ അതിൻ്റെ മേളിൽ കയറി ചെന്നിട്ട് വേണം ഇത് എടുക്കാൻ എന്ന് പറഞ്ഞ പോലെ ഇതുപോലൊരു കഴയുടെ മേളിലാണ് ഈ പിണറായി വിജയനെ കുറിച്ചുള്ള സാധനം വെച്ചിരിക്കുന്നത്.
ഈ MA ബേബി എന്നുമ്പോൾ ഈ രാജീവിനെ പോലുള്ളവർ ഈ കഴിയാക്കൂടി ഇങ്ങനെ മേളിലോട്ട് പോകും, പകുതി വരച്ചിട്ട് വീണ്ടും താഴോട്ട് പോരും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങ് മേളിലോട്ട് കയറി പോകാൻ പറ്റുകയില്ല, കാരണം അവിടെ ഇരിക്കുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെച്ചത് പി രാജീവ് പറഞ്ഞു വെച്ചത് എന്താ, മറ്റാരുണ്ട് LDF അല്ലാതെ, ഈ മുദ്രാവാക്യം തിരിച്ചടിച്ചു. അതിൻ്റെ അർത്ഥം എന്താ, പിണറായി വിജയൻ്റെ മോന്ത പോസ്റ്റർ ഒന്ന് തിരിച്ചടിച്ചു എന്നാണ് അർത്ഥം. പക്ഷെ അദ്ദേഹത്തിൻ്റെ തത്വചിന്താപരമായ വരികളിലൂടെ അദ്ദേഹം അത് മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഈ പി രാജീവിന് പറയേണ്ട പി രാജീവും MA ബേബിയും എല്ലാം പറഞ്ഞത് ഒന്ന് തന്നെ, പിണറായി വിജയനാണ് ഈ തോൽവിക്ക് കാരണം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞു. ഇതിന് വളച്ചു കെട്ടി പറയേണ്ട കാര്യമില്ല. പക്ഷേ എന്നിട്ടിപ്പോൾ MV ഗോവിന്ദന്റെ പേര് പറയാൻ പോലും ഇയാൾക്ക് മടിയല്ലേ. സത്യാനന്തര കാലഘട്ടക്കാരനെ കാണാനുമില്ല. അതെ, അത് എനിക്ക് കൂടുതൽ സമയം അമേരിക്കയിൽ കാണുന്നതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത് ട്രംപിനെ പരിപാടിപ്പിക്കാൻ പോയത് പിണറായി രണ്ടാമൻ. അതെ അതെ, പിണറായി രണ്ടാമനാണ് അദ്ദേഹം. പിണറായി രണ്ടാമൻ, പിണറായി ഒന്നാമൻ എന്നൊക്കെ അവരൊക്കെ അമേരിക്കൻ സന്ദർശനത്തിലേക്കായിരിക്കും. ട്രംപ് ഈ യുദ്ധത്തിൽ എന്താണ് നിലപാട് സ്വീകരിക്കണം എന്നുള്ള അയാളെ തിരുത്താൻ പോകണമല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും MA ബേബി വരെ വിമർശിച്ച സ്ഥിതിക്ക് പിണറായി വിജയൻ ഒട്ടും പോകത്തില്ല. പുള്ളി ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അയാൾ പോകുമെന്നാരും വിശ്വസിക്കുക വേണ്ട. ഇവരെല്ലാവരും പാർട്ടി വിട്ടു പോയാലും പിണറായി വിജയൻ മാത്രമായിട്ട് CPM ഇവിടെ നടക്കും. കാരണം പുള്ളിക്ക് പേടിയാണ് ജനങ്ങളെ മാത്രമല്ല, മോളുടെ പേരിലുള്ള കേസും പേടിയാണ്. അദ്ദേഹത്തിന് ഇമ്മ്യൂണിറ്റി വേണം, പാർട്ടിയുടെയും വേണം, പ്രതിപക്ഷ നേതാവിൻ്റെയും വേണം. പക്ഷേ ഇതൊക്കെ മാറി മറിയുന്ന ഒരു ദിവസം വരും.